So in the last class, we were studying about houses, isn't it? There are different kinds of houses, and we know only about a few types. But we might have seen in pictures or in videos and all about different types of houses, isn't it? നമ്മുടെ ചുറ്റും കാണുന്ന ഏകദേശം കുറച്ച് തരത്തിലുള്ള വീടുകളെ കുറിച്ച് നമുക്കൊരു അറിയാവുള്ളൂ. പക്ഷേ പല തരത്തിലുള്ള വീടുകളുണ്ട്. നമ്മൾ വീഡിയോകളിലും അല്ലെങ്കിൽ ചിത്രങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും, സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലേ? Okay, usually we know in our area houses are made up by using bricks, sand, cement, then iron bars and all, isn't it? Tiles and all. അങ്ങനെ നമ്മുടെ വീടുകൾ, നമ്മുടെയൊക്കെ ഇവിടെ സാധാരണ ഈ കല്ലും പിന്നെ എന്താ പറയുന്ന ഇഷ്ടിക, സാൻഡ്, മണല്, സിമെന്റ് ഇതൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന വീടുകളാണ്, അല്ലേ? There are many other types of houses. Houses of made up of bamboo. ഈ bamboo means what? Bamboo എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കറിയാവുന്ന bamboo എന്ന് പറഞ്ഞാൽ? മുള. Okay, very good. Okay. എന്താ പറയുന്നത്? മുള നിങ്ങൾ കണ്ടിട്ടില്ലേ? കാട്ടിൽ നിന്നൊക്കെ വെട്ടിയെടുക്കുന്ന മുള. ഓക്കെ. ആ മുള ഉപയോഗിച്ചുണ്ടാക്കുന്ന വീടുകളുണ്ട്. നമ്മുടെ ഇവിടെ അങ്ങനത്തെ വീടുകളുണ്ടോ? Such a type of houses in our area? No, we don't have. But in places where people live in near forest, ഫോറസ്റ്റിന്റെ അടുത്തൊക്കെ താമസിക്കുന്നവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നിയർ ഫോറസ്റ്റ് usually the road is will not be much good. Transportation will not be easy there. അതായത് നമുക്കറിയാം, നിങ്ങളുടെയൊക്കെ വീടുകൾ ഇപ്പം നിങ്ങൾക്ക് അറിവായതിനു ശേഷം പണിത വീടുകളാണോ? How many of you have new houses? New houses means when you after you are 4 or 5 years old. നിങ്ങൾക്ക് 4 or 5 വയസ്സിന് ശേഷം പണിത വീടുകളുള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. Just raise your hand please. 1. Okay. 2. ജോസിയുടെ ഒക്കെ വീട് ഇപ്പം പണിത വീടല്ലേ മോളെ? കുറച്ച് നാളല്ലേ ആള് പണിതിട്ട്? കുറെ വർഷം. മോൾക്ക് ഓർമ്മയില്ലേ വീട് പണിയുന്ന കാര്യം? ഓർമ്മയില്ലേ? നിങ്ങളുടെ വീട് പണിത് ഓർമ്മയുള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. അതാരെ ഈ അൺമ്യൂട്ട് ചെയ്യാത്ത ആള്? അല്ല സോറി, ഇടയ്ക്കിടയ്ക്ക് ഈ കരച്ചിലും വിഷലും ഒക്കെ ഉള്ളപ്പോ അൺമ്യൂട്ട് ചെയ്ത് വെക്കുന്ന ആളാരാ? ഇനി അങ്ങനെ ചെയ്യല്ലോ കേട്ടാ. ഓക്കെ, ശരി, put down your hands. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ കുറെ പേര് ഇവിടെ നിങ്ങളുടെ സ്വന്തം വീടുകൾ പണിയുന്നത് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ട് ആ പണിക്ക് വേണ്ടി. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും വീട് പണിയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എനി റിലേറ്റീവിന് വേണ്ടിയിട്ട് ഹൗസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അല്ലെ? നമുക്കറിയാം. Students, those who were studied in Padiyodisal school last year, we know our building construction you might have seen, isn't it? All Ruwais, Muhammad, then who else? Okay. Sorry. Oh, please mute yourself. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അൺമ്യൂട്ട് ചെയ്യില്ലേ? ഭയങ്കര സൗണ്ട്. അവിടെ ആരൊക്കെയോ ഉണ്ട് അല്ലേ? ശരി. അപ്പൊ ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, നീ സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തോടുന്നു. ഇത് ഫാദറും മദറും ബ്രദറും സിസ്റ്ററും ഗ്രാൻഡ്മയും അങ്കിൾ ആന്റി എല്ലാരും ഇരിക്കുന്ന റൂമിൽ അവൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുള്ളൂ. എന്നിട്ട് എല്ലാവരുടെ സൗണ്ടും അവരവിടെ വർത്താനം കേൾക്കണം, അവരോട് സംസാരിക്കണം, അതിന്റെ ഇവിടുത്തെ ക്ലാസ് കേൾക്കണം. യു ഷുഡ് കം ഔട്ട് ഓഫ് യുവർ ഹൗസ്. നിനക്ക് തോന്നുന്നില്ല, ബട്ട് വി ക്യാൻ ഫീൽ. ഓക്കെ, ശരി. നമ്മള് ഇത് ചെയ്യാം. നമുക്കറിയാം, നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് so many things are necessary for that, isn't it? We have to bring sand, then bricks, then cements, iron bars, like that. So many things should be carried to the place. So we need a transportation for that. Transport facility should be there, isn't it? If we don't have proper roads, if vehicles are not able to come to the spot, we have to carry on our head to the spot, isn't it? All these things should be carried to the spot. നമുക്കറിയാം, വീട് പണിയുന്ന സ്ഥലത്ത് ഒരുപാട് സാധനങ്ങൾ എത്തിക്കാറുണ്ട്. സിമെന്റ്, കല്ല്, മണല്, മണ്ണ്, അതിനുള്ള സാധനങ്ങൾ. ഇപ്പം വണ്ടി എത്തുന്ന ഒരു സ്ഥലമല്ല എങ്കിൽ നമുക്കറിയാം, ഈ സാധനം എല്ലാം തലയിൽ ചുമന്നുകൊണ്ട് വരാൻ പറ്റുമോ? It is very difficult, isn't it? It is too difficult.
അത്രയും ഒരുപാട് എക്സ്പെൻസീവ് ആണ്. കാരണം ഇത്രയും പണിക്കാർക്ക് അവരുടെ പൈസ കൊടുക്കണം, കൂലി കൊടുക്കണം, ഇതെല്ലാം. പക്ഷെ നമുക്ക് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാം, സാധാരണ ഒരു ബിൽഡിംഗ് പണിയുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ എങ്ങനെയെങ്കിലും റോഡ് ആക്കും ആ സ്പോട്ടിലേക്ക്, വേർ വി ആർ കൺസ്ട്രക്ടിങ് ദ ബിൽഡിംഗ്. ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ റോഡ് ആക്കും. എന്നിട്ട് എങ്ങനെയും വണ്ടി എത്തിക്കണം. അപ്പൊ നമുക്ക് മൊത്തത്തിൽ സാധനങ്ങൾ എത്തും. പിന്നെ ഇത് ചുമക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനത്തെ ഇപ്പൊ നമുക്കറിയാം നിയർ ഫോറസ്റ്റ് ഏരിയയിൽ ഈ സാധനങ്ങൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറ്റ് ഇസ് ടു ഡിഫിക്കൽട്ട്. ഈ വെഹിക്കിൾ ഒന്നും വരത്തില്ല. പിന്നെ ഇതെല്ലാം ചുമന്നുകൊണ്ട് കുറെ ദൂരമൊക്കെ പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആൻഡ് ദേ ഗെറ്റ് എ പ്ലെന്റി ഓഫ് ബാംബു ഇൻ ദ ഫോറസ്റ്റ് ഓൾസോ. ഈ ഫോറസ്റ്റിൽ അവർക്ക് ഇഷ്ടം പോലെ ബാമ്പു കിട്ടുകയും ചെയ്യും. അത് ഇവർ ഈസി ആയിട്ട് ചുമന്നു കൊണ്ടുവന്നിട്ട് ഇത്രയും പൈസ ഒന്നും മുടക്കാതെ നല്ലൊരു വീട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കും. ബട്ട് വൺ തിങ്, it doesn't last for long years, maybe for 2 or 3 or 5 years. After that they have to reconstruct again. ബാമ്പു നമുക്കറിയാം സാധാരണ ഒരു വുഡാണ് അല്ലെ. അപ്പൊ ആ വുഡിനൊരു പരിധിയുണ്ട്. നമ്മളുടെയൊക്കെ ഒപ്പം വീട് കൺസ്ട്രക്ട് ചെയ്ത് 25 വർഷം 30 വർഷം 50 വർഷം ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ബാമ്പു കൊണ്ടുണ്ടാക്കുന്ന വീട് അത്രയും കാലം നിൽക്കുവോ? ഇല്ല. ഒരു 2-3 വർഷമൊക്കെ ആകുമ്പോഴത്തേനും, മാക്സിമം 4-5 വർഷമൊക്കെ ആകുമ്പോഴും അത് കേടായി പോകും. അപ്പൊ നമ്മൾ പുതിയ വീട്. ബട്ട് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ചീപ്പ്. You just imagine, you can ask your parent how much cost is there for your house for that construction. നിങ്ങളുടെ വീടിന്റെ പണിക്ക് വേണ്ടിയിട്ട് എത്ര ലക്ഷം രൂപ മുടക്കി എന്ന് നിങ്ങളുടെ പേരന്റിനോട് ചോദിക്കണം. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് യു ഹാവ് ടു ടെൽ. മനസ്സിലായോ? നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന വീട്, അത് മേ ബി ഇറ്റ് ഈസ് ബിഗ് വൺ ഓർ സ്മോൾ വൺ, whatever it may be, you ask your parent how much money did he spend to construct that house. ആ വീട് പണിയാൻ എത്ര രൂപ നിങ്ങളുടെ പേരന്റ് മുടക്കേണ്ടതായിട്ട് വന്നു? എത്ര ലക്ഷം? നോട്ട് തൗസൻഡ്സ്. തൗസൻഡിലൊന്നും നിൽക്കുന്നൊന്നല്ല ഇത്, lakhs together. Even nowadays, if ഈവൻ നാവോ ഇപ്പൊ നമ്മളൊരു ചെറിയ വീട് ഉണ്ടാക്കുന്നുണ്ട്, സ്മോൾ വൺ, വളരെ ചെറിയൊരു വീട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ നിയർലി 10 lakhs നീഡഡ്. അപ്പൊ ഈ 10 lakhs rupees പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഹൈ എമൗണ്ട് അല്ലെ. വലിയൊരു എമൗണ്ട് ആണ്. ആൻഡ് നമുക്കറിയാം ആ വീട് ഒരു 5 വർഷം കഴിയുമ്പോഴത്തേനും നശിച്ചു പോയി പുതിയൊരു വീട് ഉണ്ടാക്കണമെങ്കിൽ again we have to collect more than that. Now it is only 5 lakhs means, or 10 lakhs means, after 5 years 10 lakhs will not be enough to construct such a house. ആ സമയത്ത് ഇപ്പം നമുക്ക് 10 lakhs കൊണ്ട് ഒരു വീട് ഉണ്ടാക്കാൻ പറ്റിയാൽ ഒരു 5 വർഷം 10 വർഷം കഴിയുമ്പോൾ നമ്മൾക്ക് ആ 10 lakhs 10 ലക്ഷം കൊണ്ട് ഒരു വീട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം തിങ്സ് വിൽ ബി മോർ കോസ്റ്റ്ലിയർ അറ്റ് ദാറ്റ് ടൈം. 2 years ബാക്ക് ഉണ്ടായിരുന്ന റേറ്റ് അല്ല ഇപ്പൊ ഓരോ സാധനങ്ങൾക്കും. ഒരു ചാക്ക് സിമെന്റിന് ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്ന റേറ്റിനേക്കാൾ 10, 20, 30 രൂപയൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ആസ്ക് ഓൾ ദോസ് ടു യുവർ പേരന്റ്. നിങ്ങളുടെ പേരന്റിനെ ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറയും 2 years ബാക്ക് വാട്ട് വാസ് ദ കോസ്റ്റ് ഓഫ് 1 sack cement and now this year 2020 ഒരു ചാക്ക് സിമെന്റിന് എത്ര രൂപയാണ്? എത്ര ഡിഫറൻസ് വന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ മെറ്റീരിയലിനും range will be, or the cost will be high compared to 2 years back or 3 years back. അപ്പൊ ഇപ്പൊ നമ്മൾ പണിതിരിക്കുന്ന വീടിന് ഒരു 10 വർഷം കഴിഞ്ഞ് അതുപോലെയുള്ള ഒരു വീട് പണിയണമെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്പെൻഡ് ചെയ്തിരിക്കുന്ന മുടക്കിയിരിക്കുന്ന തുകയുടെ ഡബിൾ ചാർജോ മോർ ദാൻ ദാറ്റ് വേണ്ടി വരും. കാരണം മെറ്റീരിയൽസ് വിൽ ബി കോസ്റ്റ്ലി ആൻഡ് വി നോ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദോസ് ഹു വർക്ക് there will be more than that. ഇപ്പം 1000 rupeesന് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഒരു 5 years കഴിയുമ്പോൾ അവരുടെ കൂലി എന്ന് പറയുന്നത് മേ ബി ഇപ്പൊ 1000 ആണെങ്കിൽ അന്ന് 1500 അല്ലെങ്കിൽ 2000 ആകും. അപ്പൊ നമുക്ക് ഡബിൾ ചാർജ് വരും അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഈ ഫോറസ്റ്റ് ഏരിയയിൽ ബാമ്പു കൊണ്ടുണ്ടാക്കുന്ന വീടുകൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നമുക്ക് പറഞ്ഞ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഇതെല്ലാം ചുമന്ന സിമെന്റ് മണ്ണ് ഇതെല്ലാം ചുമന്നുകൊണ്ട് പോവുക not at all easy. It is very hard for them. It is too costly also. So many people have to work for that to carry and all. But bamboo they will get at a cheap rate. Sometimes it will be free. Otherwise കുറച്ച് പണിയെടുത്താൽ മാത്രം അത് കട്ട് ചെയ്ത് അവർക്ക് കൊണ്ടുവന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും അങ്ങനെയുള്ള ബാമ്പു ഒക്കെ വെച്ചിട്ടുള്ള വീടുകൾ, വളരെ ബ്യൂട്ടിഫുൾ ആയ ഹട്ട്സ് മാതിരി. ആൻഡ് ആഫ്റ്റർ 2 years it will be gone. It will not be good to live in that. They will reconstruct it. They will construct a new house.
അപ്പോൾ അവർക്ക് അത്ര വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല. ചെറിയ കുറച്ച് 2 ദിവസം പോയിട്ട് വിറക് മുറിക്കുന്ന അല്ലെങ്കിൽ ആ ബാമ്പു കട്ട് ചെയ്ത് അത് പീസ് ആക്കുന്നു, കൊണ്ടുവരുന്നു. പിന്നെ അവര് 2-3 പേര് വീട്ടിലുള്ളവർ ചേർന്നിട്ട് അത് ബിൽഡ് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. അവരുടെ ഹൗസ് ഈസ് റെഡി. ബട്ട് നമ്മുടെയൊക്കെയോ 1 ഇയർ കഴിഞ്ഞാലും നമ്മുടെ വീടിന്റെ പണി കഴിയില്ല. ആൻഡ് വി ആർ നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് ഓൾസോ. എത്രയൊക്കെ പണി തീർത്താലും വീട്ടിൽ നമ്മൾ ഇത് അതിന് കുറവുണ്ട്, ഇതിന് കുറവുണ്ട്, അങ്ങനെ നമ്മളൊക്കെ എപ്പോഴും കംപ്ലൈന്റ് ആയിരിക്കും അല്ലെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എവിടെയാ പെർമനന്റ് ഹൗസും ടെമ്പററി ഹൗസും ഒക്കെ പഠിച്ചാണ് അല്ലെ. വാട്ട് ഈസ് ടെമ്പററി ഹൗസ്? അതിൽ പിന്നെ മുടി മുറിച്ചോ? കഴിഞ്ഞ ദിവസം കാണുമ്പോ ഇതല്ലായിരുന്നല്ലോ, കുറച്ചുകൂടി ഇവിടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ബാക്കിൽ മാത്രമേ പോയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇവിടെയൊക്കെ പോയോ? അന്നേ എങ്ങനെ മുറിച്ചതാണോ അതെയോ രണ്ടാമത് കട്ട് ചെയ്താണോ മോനെ? രണ്ടാമത് കട്ട് ചെയ്താ. ഓക്കെ, ശരി. നെക്സ്റ്റ്, see what is a permanent house? What is permanent house? The house that we construct to live for many years. കുറെ വർഷത്തേന് നമ്മൾ ജീവിക്കാൻ വേണ്ടിട്ട്, താമസിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വീട്. ഇപ്പൊ നമ്മളൊക്കെ താമസിക്കുന്ന പെർമനന്റ് ഹൗസ് ആണ്. റിഹാനെ, ദൈവമേ, അണ്ണൻ ചാടുന്ന പോലെ ചാടി മറിയുന്നുണ്ട് ആ കൊച്ച്. മുഹമ്മദ് റിഹാൻ, where did you get up and go? പോയി, എവിടെയോ പോയി. Where did he go, Rihan? Like I know. Semester 2 കൊടുക്കാൻ പോയതാണ്. Semester 2 കൊടുക്കാൻ പോയത്. Semester 1 കഴിയുണ്ടായി. I thought some monkeys are jumping. നിങ്ങൾ കണ്ടായിരുന്നോ? ഇവൻ ചാടുന്ന കണ്ടായിരുന്നോ? ഇന്ന് യൂട്യൂബ് ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കട്ടോ. നമ്മുടെ റിഹാൻ ജമ്പിങ് ലൈക്ക് മങ്കി, you can see. Okay, now see, permanent house means the house that we construct to live for many years. Now we all, including you and me, are living in permanent house. നമ്മൾ എല്ലാവരും താമസിക്കുന്ന പെർമനന്റ് ഹൗസ്. നമ്മൾ we are constructing the house not for 1 year or 2 years, for many years. കുറെ വർഷങ്ങളോളം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ വീടുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വീടുണ്ടാക്കുന്നു. But in some places people construct houses for to live for a few months or 1 or 2 years. Now like bamboo and all, bamboo houses and all, and tents, igloos. These are not permanent houses. And the difference between permanent houses and temporary houses are, permanent houses are constructed well and it is costly, but temporary houses are not constructed properly and not all the facilities will not be there, and it is very cheap also. മനസ്സിലായോ? പെർമനന്റ് ഹൗസ് നമ്മൾ കുറെ നാളത്തേന് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നു, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നു, അത് കോസ്റ്റ്ലിയുമായിരിക്കും. ബട്ട് ടെമ്പററി ഹൗസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേന് താമസിക്കാൻ വേണ്ടിയിട്ട് ടെന്റ് പോലെയുള്ളതൊക്കെ ഉണ്ടാക്കുന്നു, ഇഗ്ലൂ പോലെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവില്ല, പകരം കുറച്ച് നാളത്തേന് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ചീപ്പ്, വളരെ വലിയ പൈസ മുടക്കൊന്നുമില്ല. Most people build permanent house. They will live in one place or there for long time. Permanent houses are made of stones, bricks, sand, cement, tiles, iron, wood, and steel. But bricks and stones keep a house cool in weather. നമ്മുടെ വീട് ഇപ്പൊ ഉണ്ടാക്കിയേക്കുന്ന എല്ലാവരുടെയും വീട് കല്ലോ റുബൈസേ സ്റ്റക്കാക്കി വെച്ചു അല്ലേ? ഓക്കെ, ഇതെല്ലാം റെക്കോർഡിംഗ് ആണ്. ഇന്ന് വൈകുന്നേരം ഒന്ന് ഈ നമ്മുടെ ഈ ക്ലാസ്സിന്റെ യൂട്യൂബ് ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്തൊക്കെ നിങ്ങളുടെ ഓരോ കോസ്റ്റ് അതിനകത്ത് കാണാം. എല്ലാവരും കാണുന്നതാണെന്ന് ഓർത്തോണം. നിങ്ങൾ മാത്രമല്ല കാണുന്നത്, ബാക്കി എല്ലാവരും കാണും. ഓക്കെ, ഇനി നമ്മുടെ എല്ലാവരുടെയും വീടുകള്, ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീടുകള് നമ്മൾ കല്ലുപയോഗിച്ചുണ്ടാക്കുന്ന വീടുകളാണ് അല്ലെ? ചെങ്കൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സിമെന്റ് കട്ടയോ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അല്ലെ? സോ ഇറ്റ് കീപ്സ് ദ ഹൗസ് കൂൾ ഇൻ സമ്മർ സീസൺ. നമ്മുടെ സമ്മർ സീസൺ ആവുമ്പോൾ ചൂടാണ്, ആ ചൂടിന് നമുക്ക് എന്തൊരു തണുപ്പ് നൽകുന്നതാണ് അല്ലെ? ഇനി നിങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെയാണ് നമുക്കറിയാം, നിങ്ങളൊക്കെ മുറ്റത്തൊക്കെ സാധാരണഗതിയിൽ എന്തെങ്കിലും മരങ്ങളൊക്കെ ഉണ്ടെന്നൊരിക്കൽ അതൊക്കെ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് തണുത്ത കാറ്റ്
ഹെൽപ്പ് ചെയ്യും സമ്മർ സീസണിൽ. നമ്മുടെ വീടിന് ചുറ്റും ഒരു മരവും ഇല്ലെങ്കിൽ നമുക്കറിയാം സമ്മർ സീസൺ ഇറ്റ് വിൽ ബി വെരി ഹോട്ട്, ഹ്യൂമിഡിറ്റി വിൽ ബി ദിയർ, ഇസ്ന്റ്. അപ്പൊ തന്നെ നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ എന്തെങ്കിലും പച്ചപ്പ്, അതായത് മരങ്ങളൊക്കെ അടുത്തടുത്ത ഭാഗങ്ങൾ ഉണ്ടെന്നൊരിക്കൽ നല്ല കൂളായിരിക്കും. സംടൈംസ് യു നോ ദാറ്റ് പീപ്പിൾ ദേ വിൽ ഹാവ് സം vegetables like ridge guard and all, passion fruit, ridge guard, like that way. അതായത് പന്തലിട്ട് കൊടുക്കുന്ന തരത്തിലുള്ള കോവയ്ക്ക, നമ്മൾ കറി വെക്കുന്ന കോവയ്ക്കല്ല റിച്ച് ഗാർഡ്, പിന്നെ പാഷൻ ഫ്രൂട്ട്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ മുറ്റത്ത് നമ്മൾ നട്ടിട്ട് മുറ്റത്തേക്ക് പന്തലൊക്കെ ഇടും അല്ലെ. എന്തിനാ അങ്ങനെയൊക്കെ ഇടുന്നത്? ഒന്ന് നമുക്ക് ഫസ്റ്റ് മെയിൻ തിങ് നമുക്ക് അതിൽ നിന്നുള്ള ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, വെജിറ്റബിൾ എങ്കിൽ വെജിറ്റബിൾ, ഫ്രൂട്ട് എങ്കിൽ ഫ്രൂട്ട്, അതിന്റെ അത് കിട്ടാൻ വേണ്ടി, ഫ്രൂട്ട് കിട്ടാൻ വേണ്ടി. പിന്നെ നെക്സ്റ്റ് വൺ, ഇറ്റ് വിൽ പ്രൊവൈഡ് എ കൂൾനെസ്, തണുപ്പ് കിട്ടും അല്ലെ, നല്ല തണുപ്പായിരിക്കും. ആ പച്ച ഇങ്ങനെ പന്തലൊക്കെ ഇട്ട് മൊത്തം മുറ്റത്തൊക്കെ പന്തലിട്ട് കഴിയുമ്പോൾ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും, അറ്റ്മോസ്ഫിയർ ഉണ്ടാവും, നല്ല അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ. ഓക്കെ, ബ്രിക്സ് ആൻഡ് സ്റ്റോൺസ് കീപ് ദ ഹൗസ് കൂൾ ഇൻ ഹോട്ട് വെതർ. ഹൗസസ് ഇൻ ഹില്ലി ഏരിയാസ് ആർ ബിൽറ്റ് വിത്ത് സ്റ്റോൺസ് ആൻഡ് വുഡ്. ഇനി വലിയ ഹില്ലി ഏരിയയില് ഹൗസസ് ആർ കൺസ്ട്രക്റ്റഡ് വിത്ത് സ്റ്റോൺസ് ആൻഡ് വുഡ്. അതായത് നമ്മൾ ഓടൊക്കെ ഇട്ട വീടുകളിൽ, അതായത് മേളിലൊക്കെ നമ്മൾ മരമൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കും. വുഡൻ ഹൗസസ് ആർ കോമൺ ഇൻ സം കൺട്രീസ് ലൈക്ക് ജാപ്പാൻ, ബിക്കോസ് ഇൻ കേസ് ഓഫ് ആൻ എർത്ത് there is less damages if they collapse. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞാണ്, കൺട്രീസ് ലൈക്ക് ജാപ്പാൻ ആൻഡ് ഓൾ ദേ കൺസ്ട്രക്ട് ദ ഹൗസസ് വിത്ത് ഓൺലി വുഡ് കൊണ്ട് ഉണ്ടാക്കുന്ന, നമ്മളെ പോലെ ഇങ്ങനെ കല്ലും ഇഷ്ടികൊന്നും ഉപയോഗിച്ച് വീടുണ്ടാക്കുന്നില്ല അവര്. അവരുടെ ഹൗസ് ഭിത്തിക്ക് പകരം അവരെന്താ ഉപയോഗിക്കുന്നത്? തടി കഷ്ണം, മരം ഉപയോഗിച്ചുണ്ടാക്കും. അതൊരു വേറെ മോഡല്. അത് ഒരുപാട് വെയിറ്റും ഉണ്ടാകില്ല. അതിന്റെ റൂഫും അതുപോലെ ആയിരിക്കും. നമ്മളെ പോലെ ഇങ്ങനെ വീടൊന്നും വാർക്കൽ കുറവാണ്, വാർത്ത വീടുകളൊക്കെ കുറവാണ്. കാരണം ഇവിടെ നമ്മൾ മരം വെച്ചപ്പോൾ അതിനെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ. വാർത്ത കഴിയുമ്പോൾ ഇറ്റ് ഈസ് ഹെവി, ഇസ്ന്റ് ഇറ്റ്? സോ ഇറ്റ് കനോട്ട് ടോളറേറ്റ് ദ വെയിറ്റ്. അതുകൊണ്ട് തന്നെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ earthquakes and tsunamis are common there. earthquake and tsunami, tsunami എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? Have you heard the word of tsunami? എന്താ ഈ സുനാമി? ഷഹബാസെ കേട്ടിട്ടുണ്ടല്ലോ. എന്താ ഷഹബാസെ സുനാമി? ആഹാ, ഞാൻ asked to ഷഹബാസ് has to answer. ഞാൻ ചോദിച്ചത് ഷഹബാസിനോടാ. ചോദിക്കുന്ന ആൾ ആൻസർ പറ. കേട്ടിട്ടില്ലേ? സുനാമി കേട്ടിട്ടില്ലേ? ഇല്ല അല്ലെ? എന്നാ ഇന്നൊരു സുനാമി ആയിട്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം, അപ്പം മനസ്സിലാകും. ഓക്കെ. ആൻഡ് Ruwais, have you heard the word tsunami? What is tsunami? What is that? Cat. Wait, I am asking to one person. Do you mean breeze? Breeze ano uddeshichathu? Tsunami. വെള്ളപ്പൊക്കം, ദാറ്റ് ഈസ് ഫ്ലഡ്. നമുക്ക് ഇന്നാളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഫ്ലഡ്, വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നല്ലോ, അത് സുനാമി ആയിരുന്നോ? അവിടെ റിഹാൻ ഈസ് റെഡി. വെയിറ്റ് റിഹാൻ, വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് സുനാമി? മിസ്സേ, ഇത് സുനാമി എന്ന് പറഞ്ഞാല് അറിയാ, പക്ഷെ പറയാൻ കിട്ടുന്നില്ല. അറിയാൻ പറയാൻ പറ്റുന്നവർ ആരേലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. പോലെ വരല്, അതാണ് ഈ സുനാമി എന്ന് പറയുന്നത്. എന്തെന്നാ? തിരമാല പോലെ ഇങ്ങനെ വരല് വെള്ളം, അതിനാണ് ഈ സുനാമി എന്ന് പറയുന്നത്. അല്ല, അത് സാധാരണ ഉണ്ടാവുന്ന സംഭവം അല്ല, തിരമാല കടലിൽ ഉണ്ടാവുന്നത്. എന്താ ഹന്നമ്മ പറഞ്ഞ? ഹന്ന റോസ്, ചുഴലിക്കാറ്റ് എന്നാ പറയുന്നത്. ഓക്കെ, ഇനി ജോസി അവിടെ കൈ വെക്കുന്നുണ്ടായിരുന്നു. എന്താ ജോസി, നിന്റെ വീട്ടിലെ സുനാമി? ഞാനും വിചാരിച്ചത് ചുഴലിക്കാറ്റെന്നായിരുന്നു. ഓക്കെ, ഗ്രേസ്? എനിക്കിപ്പോ നല്ലപോലെ സ്പീഡില് കാറ്റടിച്ചു വരുന്നുണ്ട്. സ്പീഡില് നല്ല ശക്തിക്ക് അടിച്ചു വരുന്നതിനെയാ സുനാമി എന്ന് പറയുന്നത്. അപ്പൊ ആ കണക്കിനാണെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ സുനാമി ഉണ്ടല്ലേ? ഇവിടെയൊക്കെ കാറ്റടിക്കാറില്ലേ ശക്തിയില്? അതാണോ സുനാമി? ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റുവൈസ്, പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സേ
റുവേഴ്സിന് എന്താ ഐഡിയ കിട്ടിയിട്ടുണ്ട്? കടലിലെ ആ, ഇങ്ങോട്ടേക്ക് വെള്ളം വരുന്നേ കടലിൽ നിന്ന് ഇങ്ങോട്ട് എന്താണ്ടൊക്കെ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. വെരി ഗുഡ്. ശരി ശരി, നിനക്ക് സംഭവം മനസ്സിലായി, നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ എന്താണെന്ന് ക്ലിയർ ആയിട്ടൊന്ന് പറയാൻ പറ്റാത്തത്. ഓക്കെ, ഞാൻ പറയാം. The earthquake that take place in the ocean or sea is known as tsunami. അതായത് നമുക്കറിയാം, ഭൂമി കുലുക്കം നമുക്ക് ഇവിടെ നമ്മുടെ കരയിലൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഓഷൻ അല്ലെങ്കിൽ സീയിൽ ഉണ്ടാകുന്ന എർത്ത് മാതിരിയുള്ള ഒരു റിയാക്ഷൻ ആണ് സുനാമി എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാറ്റുണ്ടാകും, ഹെവി ഹെവി വെരി ഹെവി വേവ്സ് കംസ് ഔട്ട്. തിരമാല സാധാരണ നമ്മൾ ഒരു ബീച്ചിൽ പോയാൽ നമുക്കറിയാം വേവ്സ് വിൽ ബി ദേർ. നോട്ട് ദാറ്റ്, ഇറ്റ് ഈസ് എ വെരി ഹെവി ആൻഡ് വെരി ഹൈറ്റ് ഹൈ വേവ്സ് കംസ്. വളരെ ഉയരത്തിലുള്ള വേവ്സ് വരുന്നു, തിരമാല വരുന്നു. ഈ എർത്ത് കടലിൽ ഉണ്ടാകുന്ന ഭൂമി കുലുക്കത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഐഡിയ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഷഹബാസിന് മാത്രമേ ഐഡിയ ഇല്ലാതിരുന്നുള്ളൂ തോന്നുന്നു. ഞാൻ ഷഹബാസിന്റെ വീട്ടിലേക്ക് വരാം ഇന്ന്. ബുക്കൊക്കെ കറക്റ്റഡ് ആണോ? കറക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ബുക്ക് കറക്ഷൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഒരു സുനാമി ഉണ്ടാകും മിക്കവാറും വീട്ടിൽ കേട്ടാ. ബുക്ക് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ മേസി മിസ് വരുമ്പോ ഒരു സുനാമി ഉണ്ടാകും. ഓക്കെ, ഇതുവരെ വന്നിട്ടില്ല. വരും എന്ന് പറഞ്ഞു. ഒരു ദിവസം വരും. ഞങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം അങ്ങ് വരും. അതാണ് അപ്രത്യക്ഷമായിട്ടുള്ള ഒരു സുനാമി വരവായിരിക്കും. അപ്പൊ കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ശരിക്കും സുനാമി തന്നെ ഉണ്ടാകുമെന്ന്. ശരി, ഇവിടെ വെയിറ്റ്. ഈ നമ്മളിപ്പോ സുനാമിയിലേക്ക് പോയത് ദ കൺട്രി ലൈക്ക് ജാപ്പാൻ ആൻഡ് ഓള്. ആക്ച്വലി ജാപ്പാൻ ഈസ് ലൈക്ക് ഐലൻഡ്, ഒരു ദ്വീപ് പോലെയാണ്. കാരണം അതിന് ഒരുപാട് കടലുണ്ട് അല്ലെ, ചുറ്റും കടലൊക്കെയാണ്. അപ്പം കൺട്രി ലൈക്ക് ജാപ്പാൻ ഈസ് ഫേസിങ് ഓൾമോസ്റ്റ് ഓൾവേസ് എർത്ത് ആൻഡ് സുനാമീസ്. അവിടെ ലാൻഡിൽ തന്നെ എർത്ത് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സുനാമി ഒക്കെ എപ്പോഴും അഫക്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ദർ വിൽ ബി ഡാമേജസ്. Even there is earthquakes, buildings may collapse. Earthquake ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ബിൽഡിംഗ് എല്ലാം മറിഞ്ഞു വീഴും അല്ലെ. നിങ്ങൾ കണ്ടിട്ടില്ലേ? You might have heard about the earthquakes that happened in Gujarat. ഗുജറാത്തിൽ ഭൂമികുലുക്കം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതർവൈസ് നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ നിങ്ങളൊന്ന് യൂട്യൂബിൽ ഒന്ന് അടിച്ചു കൊടുത്തു നോക്കുക. earthquakes that happened in Gujarat എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അടിച്ചു കൊടുത്താണ് അതിന്റെ നാശനഷ്ടങ്ങളൊക്കെ, ഡാമേജസ്, കോൺസിക്വൻസസ്, അതിന്റെ ഫലങ്ങൾ. നിങ്ങൾ ഒരു ഫിലിം കണ്ടിട്ടുണ്ടോ മക്കളെ? എന്തുവാ അതിന്റെ പേര്? ഒരു മോന്, ഒരാണും ഒരു പെണ്ണും ഇങ്ങനെ ഒരു ബോട്ട് കയറിയിട്ട് പെട്ടെന്ന് ഒരു ബിൽഡിങ്ങിന്റെ മേലെ കൂടി സുനാമി വരുന്നല്ലേ? അതല്ല ഞാനൊരു കുഞ്ഞിന്റെ കഥയാണ്. കുഞ്ഞിനെ ഗുജറാത്തിൽ വെച്ച എന്റെ ഫിലിമിന്റെ പേര് ഞാൻ മറന്നുപോയി. കുറച്ച് പഴകിയ ഒരു ഫിലിമാണ്. അതായത് ഒരു കുഞ്ഞ് എർത്ത് നടന്നിട്ട് ഗുജറാത്തിൽ ഭൂമികുലുക്കം നടന്നു കഴിഞ്ഞപ്പോൾ അവന്റെ പേരൻസും അനിയത്തിയും എല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ട് അവൻ ലാസ്റ്റ് അവൻ എങ്ങനെയൊക്കെ ആയിട്ട് കേരളത്തിലെത്തി. അപ്പൊ അവന് ഓർഫനാണ് അല്ലെ, ഹീസ് ഓർഫൻ. ഓർഫനായിട്ടുള്ള കുഞ്ഞിനെ എവിടുന്ന് ഒരാൾ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നു. ദെൻ ഫിലിം ആക്ടർ മമ്മൂട്ടിയുടെ ഒരു സ്റ്റോറി ഫിലിമാണ്. അപ്പം മമ്മൂട്ടി കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവരുന്നു. അപ്പം മമ്മൂട്ടിയുടെ മോളുണ്ട്, സനുഷയാണ് അതിനകത്ത് സ്വന്തം മോളായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നിൽക്കുന്ന ആ കൊച്ചിനെ എന്ത് പേരൊക്കെ വിളിക്കുന്നുണ്ട്? ഫിലിമിന്റെ പേര് കാഴ്ച എന്നാണോ? ആയിരിക്കും, അറിയില്ല. കാഴ്ചയാണോ ആണോ? ആർക്കെല്ലാം അറിയാവോ? ലാസ്റ്റ് ആ കുഞ്ഞിനെ ഗുജറാത്തിൽ കൊണ്ടുപോകുന്നു. അപ്പം ആ സിനിമ കണ്ടിട്ടുണ്ട്. ഓക്കെ. ആ കുഞ്ഞിനെ തിരിച്ച് അവൻ പറയുന്നുണ്ട്, പക്ഷെ അവന്റെ ഭാഷ ഇവിടെ മനസ്സിലാവുന്നില്ല. തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ലാസ്റ്റ് അവനെ ഈ ലീഗലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമുക്ക് അവരെ അഡോപ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഇവിടെ തിരിച്ച് അവനെ അവന്റെ നാട്ടിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ അവൻ അവിടെ ചെന്നിട്ട് അവൻ നോക്കുമ്പോ അവന്റെ വീടിരുന്ന ഭാഗത്ത് ഒന്നുമില്ല, ബിൽഡിംഗ് ഒന്നുമില്ല. മൊത്തം എന്ത് സംഭവിച്ചു? എല്ലാം കൊളാപ്സ് ആയി പോയി. ബിൽഡിംഗ് എല്ലാം നഷ്ടപ്പെട്ടു, അവന്റെ പേരൻസ് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. വീടിന്റെ ഭാഗത്ത് മുഴുവൻ മൺകൂനകളാണ് അല്ലെ. അപ്പൊ ആ ഫിലിമിന്റെ പേര് കാഴ്ച എന്നാണോ? എനിക്കറിയില്ല, ഫിലിമിന്റെ പേര് എനിക്കറിയില്ല. അതിനകത്ത് നല്ലൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്താ അക്കരെ നിന്നൊരു സായിപ്പ കണ്ണുരുട്ടി കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതൊക്കെ അല്ലെ. ഓക്കെ. എനിവേ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഇനി അനദർ എക്സാമ്പിൾ പറയാം. ലാസ്റ്റ് ഇയർ you have seen that Marad flat has been collapsed. അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കൊളാപ്സ് ചെയ്ത് കളയുന്നത് നിങ്ങൾ കണ്ടതാണ് അല്ലെ.
within few seconds, the place where that flat was there has been emptied and only heaps of sand and cement pieces were there, isn't it? നിങ്ങൾ കണ്ടതല്ലേ അത് മരട് ഫ്ലാറ്റ് പൊളിക്കുന്നത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള തിങ്സ് വെച്ചിട്ട് അതിനെ പൊട്ടിച്ച് ഇതാക്കുന്നത് ഒരു 3-4 സെക്കൻഡ് കൊണ്ട് എന്ത് സംഭവിച്ചു? കണ്ണടച്ച് തുറന്നപ്പോഴത്തേനും സംഭവം ആഷായി. അവിടെ കുറെ കൂപ്പാരക്കണക്കിന് സിമെന്റും ഇഷ്ടിക പോലത്തെ സാധനങ്ങൾ മാത്രമായി അല്ലേ? എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിംഗ് ആയിരുന്നു. സോ ലൈക്ക് ദിസ് വള്ളി വെൻ എർത്ത് ഹാപ്പൻസ് ലൈക്ക് ദിസ് വേ ഹാപ്പൻസ്, ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. സോ ഈ ജാപ്പാൻ പോലുള്ള സ്ഥലങ്ങളിൽ ഇതുപോലുള്ള വീട് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് എർത്ത് ഇങ്ങനെ മുന്നറിയിപ്പൊന്നും തന്നിട്ടായിരിക്കുകയല്ല, സഡൻലി ഇറ്റ് ഹാപ്പൻസ്. സോ വി വോണ്ട് ഗെറ്റ് പ്രിക്കോഷൻസ്. നമുക്ക് മുൻകരുതലൊന്നും എടുക്കാൻ പറ്റാതെ വരും. സോ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കും, ബിൽഡിംഗ് എല്ലാം കൊണ്ട് മറിഞ്ഞ് നമ്മുടെ തോറ്റ് വീഴും, അപ്പൊ എല്ലാം നഷ്ടപ്പെടും, നമ്മൾ മരിക്കും അല്ലെ? അപ്പൊ ഇവിടെ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നാളുകൊണ്ട് 10-25 ലക്ഷം രൂപ മുടക്കി ഒരു വീട് പണിതിട്ട് ഒരു എർത്ത് വരുമ്പോഴത്തേനും നഷ്ടപ്പെടുമ്പോഴത്തേനും ഇറ്റ് ഈസ് ടു painful, isn't it? Like that way it often happens in Japan. So people of Japan doesn't build buildings like this way. നമ്മളുടെ പോലെ വീടൊന്നും അവരുണ്ടാക്കാറില്ല. അവര് വുഡ് കൊണ്ടൊക്കെ ഉള്ള ചെറിയ രീതിയിലുള്ള വീടുകൾ ഉണ്ടാക്കും. ഒരുപാട് പൈസ ഒന്നും അതിന് മുടക്കാറില്ല. കാരണം അവർക്കറിയാം ചിലപ്പോൾ എപ്പോഴും വേണമെങ്കിലും എർത്ത് ഒക്കെ ഉണ്ടാകാം, സുനാമി ഒക്കെ ഉണ്ടാകാം, മൊത്തം നഷ്ടപ്പെടും അങ്ങനെ. സോ the people of Japan construct houses made up of stones and wood because in case of earthquakes there will be less damage. കുറച്ച് മാത്രമേ നമുക്ക് നഷ്ടം വരുള്ളൂ, അല്ലെങ്കിൽ ഇത് മൊത്തം നഷ്ടപ്പെട്ടു പോകും അല്ലെ? ഓക്കെ. mud, bamboo and palm leaves are used to make kacha houses called huts. I told in earlier people were not having this type of houses. Concrete houses were not there. So and also if there was, it was very rare. വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ഇതുപോലെ വാർപ്പ് വീടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ. അപ്പൊ അന്നൊക്കെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് they used to construct houses like a hut using mud, bamboo and palm leaves. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ഈ പാം ലീവ്സ്, പനയുടെ ഓലയൊക്കെ വെച്ചിട്ടുള്ള വീടുകളൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തെങ്ങിന്റെ ഓലയിലെ ഓല മടഞ്ഞിട്ട് വീടുണ്ടാക്കുന്നത്. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. ആൻഡ് ഇറ്റ് ഈസ് സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദാറ്റ് ഈസ്, അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ചീപ്പ്. എന്ന് പറഞ്ഞാൽ എന്താ? നോ നീഡ് മച്ച് മണി ആൻഡ്. ഇന്ന് നമുക്കറിയാം നമ്മള് വീടൊക്കെ പണിയുമ്പോഴത്തേനും സിമെന്റിനും മണലിനും എല്ലാം ഒത്തിരി പൈസയാണ് അല്ലെ? അപ്പൊ പഴയ കാലത്തെ വീട് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. കുറച്ച് ഓലയൊക്കെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടാകും, അതൊക്കെ കൊത്തിക്കൊണ്ട് വന്ന് മെടഞ്ഞ് കുറച്ച് എന്തെങ്കിലും പറമ്പിൽ തന്നെയുള്ള മരങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ അവര് നമുക്ക് ഒരുപാട് പൈസ ഒന്നും ആവുന്നില്ല വീടുണ്ടാക്കും. പക്ഷെ അതെന്താന്ന് വെച്ചാല് ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ 1 or 2 years. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഉണ്ടാക്കണം. ആൻഡ് പീപ്പിൾ വെർ നോട്ട് കൺസ്ട്രക്ടിങ് ബിഗ് ഹൗസസ് ആൻഡ് ഓൾ, സ്മോൾ ഹൗസസ് ഉള്ളി. ഇന്നത്തെ പോലെ 5-6 റൂമൊന്നും ചിലപ്പം കണ്ടെന്ന് വരില്ല വീട്ടില്. എന്താ റുവൈസ കൈയൊക്കെ പൊക്കുന്നേ? റുവൈസ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ വീട്? or are you doing exercise? Okay. These materials are cheaper and easily available. Most huts do not have electricity, clean running water and sanitation. Okay. ഈ വീടുകളുടെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ most of these houses are not having electricity. എന്താ കാരണം എന്നറിയാവോ? ഇലക്ട്രിസിറ്റി ഒന്നും കാണിയല്ല. എന്തായിരിക്കും കാരണം അറിയാവോ? ഈ പറഞ്ഞ പാം ലീവ്സ് കൊണ്ടും അല്ലെങ്കിൽ കോക്കനട്ട് ലീവ്സ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ വീടുകളിലൊന്നും ഇലക്ട്രിസിറ്റി കാണാൻ വഴിയില്ല. കാരണം അറിയാവോ? പറഞ്ഞു, ജോസി പറഞ്ഞു. വേഗം അൺമ്യൂട്ട് ചെയ്തിട്ട് വേഗം പറ. What is the reason for that? ഇടയ്ക്ക് ചെറിയ വിടവുകൾ ഉണ്ടാവും. അപ്പൊ മഴയൊക്കെ പെയ്യുമ്പോ കറണ്ട് ബോർഡിന്റെ സ്വിച്ചിന്റെ ഒക്കെ വെള്ളം കയറി നശിക്കും, കറണ്ട് ഇല്ലാതാവും. ഓക്കെ, ദാറ്റ് ഈസ് വൺ റീസൺ. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഞാൻ പറയാം. ശരി, ഇതൊരു റീസൺ ആണ് കേട്ടോ. നമുക്കറിയാം ഇഫ് യു ആർ യൂസിങ് ലീവ്സ് ആൻഡ് ഓൾ ദർ വിൽ ബി small holes and there will be possibility to leak out when there is rain. So when water comes inside near the electricity box, that main switch box and all, there will be possibility to get electric shock. And another thing we know that it will get it is constructed with palm leaves or coconut leaves, isn't it? It will dry off fastly, and when it is dried one, there is great possibility to catch fire.
Did you get my point? If the leaves are dry, when the leaves are dry, it is there is great possibility to get fire for that leaves. And if there is current, electricity, if there is any shortage, it is very easily that our house will be completely burned off. ആ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഈ പറഞ്ഞ പാം ലീവ്സും കോക്കനട്ട് ലീവ്സും ഒക്കെ പെട്ടെന്ന് ഉണങ്ങി കഴിയുമ്പോൾ തീ പിടിക്കാൻ വളരെ ഈസി ആയിട്ട് തീ പിടിക്കും. എന്തെങ്കിലും അടുപ്പിൽ നിന്നൊക്കെ തീക്കാനെല്ലാം ഇങ്ങനെ പറഞ്ഞാലൊക്കെ. ഓക്കെ, കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അതുകൂടാതെ തന്നെ ഈ ഇലക്ട്രിക്കൽ നമ്മുടെ വീട്ടിലെ വയറിങ് ചെയ്തതിൽ എവിടെയെങ്കിലും ചെറിയ ഷോർട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത്തരം ഇതിന് തീപിടുത്തം ഉണ്ടാകും അല്ലെ. അപ്പം ചിലപ്പം രാത്രിയിലൊക്കെ ഉറങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പം ആൾക്കാർക്ക് രക്ഷപ്പെടാൻ പോലും സാധ്യതയില്ല. പിന്നെ സാധാരണ നമുക്കറിയാം പൂവർ പീപ്പിൾ ആണ് ഇങ്ങനത്തെ വീടുകളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെ. ഓക്കെ, മോസ്റ്റ് ഹട്ട്സ് ഡു നോട്ട് ഹാവ് ഇലക്ട്രിസിറ്റി, ക്ലീൻ റണ്ണിങ് വാട്ടർ. അവർക്ക് നല്ല കുടിവെള്ളത്തിനോ അല്ലെങ്കിൽ നല്ല വെള്ളത്തിനുള്ള ഫെസിലിറ്റിയോ ഉണ്ടാവത്തില്ല ചിലപ്പം. ആൻഡ് സാനിറ്റേഷൻ ഓൾസോ. വാട്ട് ഇസ് ഹിയർ മെന്റ് സാനിറ്റേഷൻ? Sanitation means what here? സാനിറ്റൈസർ നമ്മൾ കയ്യാലൊക്കെ തേക്കാറുണ്ട് അല്ലെ. ഇവിടെ സാനിറ്റേഷൻ മീൻസ് ഹാവിങ് ടോയ്ലറ്റ്സ്. ടോയ്ലറ്റ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് പൂവർ പീപ്പിളിന്റെ വല്ല ദൂരമുള്ള സ്ഥലങ്ങൾ, ഹട്ട് വില്ല മീൻസ് ഹില്ലി ഏരിയയിലൊക്കെയാണ് ഇങ്ങനത്തെ കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഒന്നും ഇങ്ങനത്തെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവർക്ക് അവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ അവർക്ക് ടോയ്ലറ്റ്സുകൾ ഉണ്ടാകില്ല, ബാത്റൂംസ് ഉണ്ടാകില്ല കുളിക്കാനൊക്കെ. അപ്പൊ അവര് പബ്ലിക് ആയിട്ട്, അതായത് അവിടെ എന്തെങ്കിലും ഒരു ചെറിയ മറ പോലെയൊക്കെ കെട്ടിയിട്ട്, പഴയ കാലത്തൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾക്ക് ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒക്കെ മാറി. We have a nice and beautiful houses are there, sanitation facilities there, we have toilets even inside the houses itself. And a few years back toilets were constructed outside the house. ഇപ്പൊ നമുക്കുള്ള പോലത്തെ ടോയ്ലറ്റുകൾ നമ്മൾ വീടിന്റെ പുറത്തായിരുന്നു പഴയ കാലത്ത്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒക്കെ മാറി. നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു, ഇൻസൈഡ് ദ ഹൗസ്, നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലെ. പഴയ കാലത്ത് അങ്ങനെയല്ല. അപ്പൊ ഈ ഹട്ട്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് സാനിറ്റേഷൻ ഫെസിലിറ്റി, വാട്ടർ ഫെസിലിറ്റി, അതായത് ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ ഫെസിലിറ്റി, വെള്ളം ഒഴുകുന്നതിനുള്ള ഫെസിലിറ്റി, നല്ല വെള്ളം എന്നാണ് ഉദ്ദേശിച്ചത്, അങ്ങനെയുള്ളതൊന്നും മിക്കവാറും ഉണ്ടാവത്തില്ല. ഇനി ഇവിടെ ഹൗസ് വിത്ത് ഫ്ലാറ്റ് റൂഫ്. ഇപ്പൊ നമുക്കറിയാം നമ്മൾ കോൺക്രീറ്റ് ഹൗസസ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ പല മോഡലിൽ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. താഴെ ഒരു ഹൗസ് വിത്ത് സ്ലോപ്പിംഗ് റൂഫ് എന്ന് പറഞ്ഞിട്ട് പല ഡിസൈനുകളിൽ ഉണ്ടാക്കാറുണ്ട്. ചിലത് ഇങ്ങനെ പരന്ന റൂഫ് ആയിരിക്കും മേളില്, ചിലത് ഇങ്ങനെ സ്ലാൻഡിങ്, അത് ചെരിഞ്ഞതായിരിക്കും വെള്ളം ഒഴുകാൻ വേണ്ടി. പ്രത്യേകിച്ച് രണ്ടാം നിലയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്ലാൻഡ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും. ചെരിഞ്ഞതൊക്കെ ആയിരിക്കും, വെള്ളം ഒഴുക്കി വിടാൻ പാകത്തിനുള്ളതൊക്കെ. അങ്ങനെയൊക്കെയുള്ള അല്ല തന്നെ ഡിഫറെന്റ് മോഡ്സ്. ഫ്രണ്ടിൽ മാത്രം സ്ലാൻഡ് ആയിട്ട് ചെരിച്ചിട്ട് അങ്ങനെയൊക്കെ വീടുകൾ ഉണ്ടാക്കാറുണ്ട് അല്ലെ. Designs of a house. The design of a house depends upon many factors. First, according to climate. If it is a rainy region, means where the place where they get high level rain, നല്ല മഴ കിട്ടുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അവിടെ ഒരു ടൈപ്പ് വെള്ളം ഇങ്ങനെ ഒഴുകി പോകാൻ വേണ്ടി ബിൽഡിങ്ങിന് മേലെ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കാതെ സ്ലാൻഡിങ് മോഡൽ, താഴത്തെ കണ്ടില്ലേ, സ്ലോപ്പിംഗ് റൂഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന രീതിയിലുള്ളതുണ്ടാകും. The design of a house in a warm place differs from that of a house in a cold and rainy place. If the climate is warm, അതായത് നല്ല ചൂടുള്ള കാലാവസ്ഥയുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ വീട് is different from the house that is made in region like where there get a high rain or very cold. നല്ല തണുപ്പും മഴയൊക്കെ ഉള്ള സ്ഥലത്ത് വെക്കുന്ന വീടും നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കുന്ന വീടും ഡിഫറെന്റ് മോഡലിലായിരിക്കും. In place where the climate is hot, houses have thick walls and flat roofs. If the house is constructed in a place where it is very warm climate, hot climate, the wall and the roof will be very thick. നല്ല thick ആയിട്ടുള്ള റൂഫും വോളും ആയിരിക്കും. Also the roofs are made high so as to keep the house cool during summer.
And the roof of the house will be very high. കുറേ മേളിലായിരിക്കും റൂഫ്. റൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീടിന്റെ മേൽക്കൂര കുറേ മുകളിലായിരിക്കും. കാരണം ഈ വീടിന്റെ ഉള്ളിൽ നല്ല തണുത്ത കാറ്റ് കയറാൻ വേണ്ടി. If the roof is very low, താഴെയാണെങ്കിലോ നമുക്ക് ഭയങ്കര ചൂട് തോന്നും അല്ലേ? And the thick walls help keep the inside of the house cool. Flat roofs can be used as terrace by people for sleeping outdoors. And you might have seen some in some houses during summer season, people go and sleep on the terrace on the top of the house to get cool air. But the roof should be flat. നിങ്ങളുടെ ആരെങ്കിലും വീട്ടില് ആരെങ്കിലും ടെറസിന്റെ മേളിലൊക്കെ പോയി കിടന്നുറങ്ങാറുണ്ടോ? സമ്മർ സീസണിൽ നല്ല ചൂടുള്ളപ്പം, അതായത് വീട്ടിൽ കറണ്ട് ഒന്നും ഇല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേരന്റ് ഒക്കെ പറയും നമുക്ക് വീടിന്റെ മേളിൽ ടെറസിൽ കയറി കിടക്കാന്ന് പറയും. കാരണം വീട് ഭയങ്കര ചൂടായിരിക്കും. അവിടെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നല്ല തണുത്ത കാറ്റ് കിട്ടും. കുറെ സമയം കഴിഞ്ഞ് നല്ല തണുപ്പൊക്കെ ആയി കഴിയും, ചിലപ്പോൾ ഇറങ്ങി വരും. In some houses, people will sleep outside, maybe in the veranda or in the courtyard or in the corridor and all. They will sleep to get fresh air, means to get a cool air during summer season. ചിലപ്പോൾ മുറ്റത്തോ വരാന്തയിലോ ഒക്കെ പോയി കിടക്കും അല്ലെ? വേനൽക്കാലത്ത് നല്ല ചൂടൊക്കെ ഉള്ളപ്പം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ ഉള്ളിൽ അപ്പം നല്ല ഹോട്ട് ആയിരിക്കും. And if they want to sleep on the roof of the house, it should be flat ആയിരിക്കണം. താഴത്തെ വീട് പോലെ ചെരിഞ്ഞ വീട്ടിലെ ചെരിച്ച് വാർത്തേക്കുന്ന വീട്ടിലാണെങ്കിൽ നമുക്ക് ടെറസിൽ കയറി കിടന്നുറങ്ങാൻ പറ്റുമോ? ഇല്ല, നേരെ താഴോട്ട് വന്നോളൂ അല്ലേ? ഓക്കെ, നമ്മുടെ ടൈം തീർന്നു മക്കളെ. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. ദെൻ ഞാൻ ക്വസ്റ്റ്യൻസ് അയക്കാവേ. ബൈ ബൈ. ബൈ മിസ്.